സത്യൻ അന്തിക്കാടിൻ്റെ സുപ്രസിദ്ധമായ സന്ദേശം സിനിമയിൽ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാനായിട്ട് പാർട്ടി കമ്മിറ്റി വിളിച്ച രംഗം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. അത് കാണാത്തവരായിട്ട് ഈ ഭൂമി മലയാളത്തിൽ ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. മാർക്സിസ്റ്റുകാർക്കും അവരുടെ സൈദ്ധാന്തികന്മാർക്കും സന്ദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ കലിയിളകുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയം സി പി എമ്മും സി പി ഐയും കമ്മിറ്റി വിളിച്ച് കൂലങ്കഷമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ്റെ മുഖസൗന്ദര്യത്തിന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചുകൊണ്ടു സഖാവിൻ്റെ വശ്യമനോഹരമായ പെരുമാറ്റ രീതിയെക്കുറിച്ച് പാർട്ടിക്കാർക്കോ സഹയാത്രികർക്കോ അല്ലെങ്കിൽ നല്ലവരായ നാട്ടുകാർക്കോ എന്തെങ്കിലും വിപ്രതിപത്തി ഉണ്ടായതുകൊണ്ടോ ആണ് പരാജയം സംഭവിച്ചത് എന്ന് കരുതാൻ അവർക്ക് ധൈര്യം വരുന്നില്ല. അതുകൊണ്ട് പലരും പല രീതിയിൽ ആലോചിച്ച് അവരവരുടേതായ തീരുമാനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ പിന്നെ പാർട്ടി സെക്രട്ടറിമാർ സമയാസമയങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നത് കള്ളമാണ് എന്നുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഈ തോറ്റ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായിട്ട് മാളത്തിന് പുറത്തു വന്ന് ഞാൻ തോറ്റുപോകുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില അസുഖകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ് തോറ്റത്. ചിലരൊക്കെ പറയുന്നുണ്ട് ആ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല, നമുക്ക് ഒരു വോട്ടും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ക്രിസ്ത്യൻ ന്യൂനപക്ഷം കൂടുതലുള്ളത് അവർ യു ഡി എഫിന് വോട്ട് ചെയ്തു. മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ള സ്ഥലത്ത് അവർ നമുക്ക് ഒരു വോട്ട് പോലും ചെയ്യാതെ പൂർണ്ണമായിട്ട് വോട്ട് യു ഡി എഫിന് മറിച്ചു കൊടുത്തു. ബി ജെ പിയെ പേടിച്ചിട്ടെങ്കിലും ഈ ന്യൂനപക്ഷക്കാർ നമുക്ക് വോട്ട് ചെയ്യുന്ന വിചാരിച്ചു, അതുപോലും കിട്ടിയില്ല. ഇതൊക്കെയാണ് സത്യം. അതൊക്കെ അവർ പരമാവധി മൂടിപ്പൊതിഞ്ഞ് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും സത്യസന്ധമായിട്ടും നിഷ്കളങ്കമായിട്ടും തോന്നിയത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ സഖാവിൻ്റെ പരിദേവനമാണ്. അദ്ദേഹം തോൽക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചില്ല. കാരണം കോഴിക്കോട് നോർത്ത് ഒരു ഉറച്ച ഇടതുപക്ഷ മണ്ഡലമാണ്. സി പി എം സ്ഥാനാർത്ഥിയായിട്ട് ആ ഒരു കമ്മട്ടി പത്തലിൽ നിർത്തിയാലും ജയിക്കുന്ന സ്ഥലമാണ്. പണ്ട് കോഴിക്കോട് ഒന്നാം മണ്ഡലമായിരുന്ന കാലത്ത് പോലും അതൊരു മാർക്സിസ്റ്റ് മണ്ഡലമാണ്. പണ്ട് ചന്ദ്രശേഖര കുറുപ്പ് ജയിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് സൂചനപാല 2 തവണ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പിന്നെ സൂചനപാലായതുകൊണ്ട് മാത്രമല്ല യു ഡി എഫ് തരംഗത്തിൽ വരുന്നു. പിന്നീട് ആ മണ്ഡലം അത് കോഴിക്കോട് നോർത്തായിട്ട് മാറിയപ്പോൾ അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം പിന്നെയും വർദ്ധിച്ചു. എ പ്രദീപ് കുമാർ പലതവണ ജയിച്ചതാണ്. ഈവൻ തോട്ടത്തിൽ രവീന്ദ്രൻ നിന്നിട്ട് പോലും ജയിച്ചതാണ്. തോട്ടത്തിൽ രവീന്ദ്രനെ കുറിച്ച് നാട്ടുകാർക്ക് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. ആൾ ശുദ്ധാത്മാവാണ്, യോഗ്യനാണ്, തോൽക്കേണ്ടതായ ഒരു സാഹചര്യവുമില്ല. അത് തന്നെയാണ് രവീന്ദ്രനും പറയുന്നത്. എതിർ സ്ഥാനാർത്ഥി യോഗ്യനാണ്, പഴയ സൂചനപാലിൻ്റെ ഒരു ബന്ധുവാണ്, അഡ്വക്കേറ്റ് ജയന്ത്. ജയന്തിനെക്കുറിച്ചും ആളുകൾക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ തോട്ടത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ജയന്തിന് വോട്ടിന് വലിയ വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടൊക്കെ തന്നെ ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ രവീന്ദ്രൻ സഖാവിൻ്റെ വോട്ട് കുത്തനെ കുറഞ്ഞു പോയി. ഈ കുറഞ്ഞു പോയ വോട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടണമല്ലോ, അത് കൂടിയത് ബി ജെ പിയുടെ പെട്ടിയിലാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ആശങ്കയ്ക്ക് ഇടവരുത്തുന്ന സംഗതി. ഇപ്പോൾ ഈ മതേതരന്മാരും നവോത്ഥാനവാദികളൊക്കെ ഇത് കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കൂടിയതല്ല, നമ്മുടെ വോട്ട് കുറഞ്ഞതാണ്. നമ്മുടെ വോട്ട് കുറഞ്ഞു എന്നുള്ളതല്ല, അത് കൂടിയത് എവിടെയാണ്? അത് കൂടിയത് താമര ചിഹ്നത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ട് പാർട്ടിക്കാരുടെ വോട്ട്, പാർട്ടി അനുഭാവികളുടെ വോട്ട്, പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുള്ള വോട്ടിൽ കുറവ് വരുന്നു? എന്തുകൊണ്ട് ഈ കുറയുന്ന വോട്ടുകൾ താമരയിലേക്ക് പോകുന്നു? നേമത്ത് സംഭവിച്ചത് തന്നെയാണ്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലൊക്കെ ശിവൻകുട്ടി സഖാവിന് കൃത്യമായിട്ടുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. വിചാരിച്ചേക്കാൾ കൂടുതൽ വോട്ട്, പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷ മതസമുദായക്കാർ ജീവിക്കുന്ന സ്ഥലത്ത്, നായന്മാരുടെ ഏരിയയിലാണെങ്കിലും ഈഴവരുടെ ഏരിയയിലാണെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയില്ല. കുറഞ്ഞു പോയ വോട്ട് എവിടെ കൂടി? അത് ബി ജെ പിയുടെ പെട്ടിയിൽ കൂടി. ഇത് തന്നെയാണ് കഴക്കൂട്ടത്ത് സംഭവിച്ചത്. ഇത് തന്നെയാണ് ഏറെയും കുറഞ്ഞും ചാത്തന്നൂർ സംഭവിച്ചത്. ചാത്തന്നൂർ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ വോട്ട് സി എസ് ജയലാലിന് കിട്ടിയ അത്ര തന്നെ, അല്ലെ അതിൽ കൂടുതൽ നമ്മുടെ രവീന്ദ്ര സഖാവിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ ഈഴവർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിലും നായന്മാർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിലും പുലയർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിലും വോട്ട് കൂടിയത് ബി ജെ പിയിലാണ്. അപ്പോൾ അങ്ങനെ വലിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ പോലും അങ്ങനെ സംഭവിക്കും. ക്രിസ്ത്യൻ കേന്ദ്രമല്ലേ തിരുവല്ല. അവിടെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന മാത്യു ടി തോമസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. 3-ാം സ്ഥാനത്ത് പോലും ഇല്ലാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പണ്ട് കിട്ടിയ വോട്ട് തന്നെ ഇപ്പോഴും കിട്ടുന്നു. ഇവിടെ കുറഞ്ഞതുകൊണ്ട്
UDF ജയിക്കുന്നു, പക്ഷേ കൂടിയത് BJPയുടെ പെട്ടിയിലാണ്. അപ്പോൾ ഇങ്ങനൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇതെങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ള ഗുരുതരമായ ആലോചനയാണ് ഇപ്പോൾ സഖാക്കന്മാർ പരസ്യമായിട്ടും സാമാന്യം രഹസ്യമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ചികിത്സ കുറച്ച് കഷ്ടമാണ്. കയ്പ് നിറഞ്ഞ ഗുളിക ധാരാളമായിട്ട് കഴിക്കേണ്ട വരും. പക്ഷേ പല യാഥാർത്ഥ്യങ്ങൾ അതിനു മുമ്പ് ആലോചിച്ച് നമ്മളെ തന്നെ വഞ്ചിക്കാതെ ആലോചിച്ചാൽ ഇതിൽ നിന്ന് ഉത്തരം കൃത്യമായിട്ട് കിട്ടും. കഴിഞ്ഞ 10 കൊല്ലം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നവോത്ഥാനം നടപ്പാക്കാനായിട്ട് ആരുടെ നെഞ്ചത്താണ് കയറിയത്? അതിൻ്റെ ഫലം എന്തായിരുന്നു? ശബരിമലയിൽ നവോത്ഥാനം നടത്തിയിട്ട് എന്താണ് സംഭവിച്ചത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതികളോട് നമ്മുടെ പാർട്ടിയും നമ്മുടെ സർക്കാരും നമ്മുടെ മുന്നണിയും അനുവർത്തിച്ച നയം എന്തായിരുന്നു? ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് വേദനിപ്പിച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ കോർ വോട്ട്, നമ്മുടെ അടിസ്ഥാന വോട്ടിൽ ചോർച്ചയുണ്ടായത്? നമ്മളിൽ നിന്ന് ചോർന്ന വോട്ട് എവിടേക്കാണ് പോയത്? പോട്ടെ, നമ്മൾ ആരെ പ്രീണിപ്പിക്കാനാണ് കഴിഞ്ഞ 10 കൊല്ലം കൈയും കാലിട്ട് അടിച്ചത്? അവരുടെ വോട്ട് എവിടേക്കാണ് പോയത് എന്നാലോചിച്ച കാര്യം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല ആലോചനകളും നടക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഗുണപരമായ തീരുമാനം ഉണ്ടായി കാണും എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ശരിയല്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുകയില്ല. ഈ സ്വരാജിനെ പോലുള്ള സഖാക്കൾ പറയുന്നത് ജനങ്ങൾക്ക് തെറ്റുപറ്റി. പാർട്ടിയുടെ നയപരിപാടികളെല്ലാം ശരിയാണ്. പാർട്ടി ഇന്ന് വരെ ചെയ്തതെല്ലാം ശരിയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ശരിയാണ്. പാർട്ടി ചെയ്തതെല്ലാം ശരിയാണ്. പാർട്ടി ചെയ്തതൊന്നും തെറ്റല്ല. പാർട്ടി ചെയ്യാൻ ഉദ്ദേശിച്ചതും ചെയ്യാതിരുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും എല്ലാം ശരിയാണ്. പാർട്ടി ചെയ്യാത്തതൊന്നും ശരിയല്ല. പാർട്ടി ചെയ്തതെല്ലാം ശരിയാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അധികം വൈകാതെ കേരളം ബംഗാളും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സഖാക്കന്മാർ വിളിച്ചിരുന്നത് മുദ്രാവാക്യമാണ്. കേരളം ഞങ്ങൾ ബംഗാളാക്കും. ഇപ്പോൾ പക്ഷേ ആ മുദ്രാവാക്യം വിളിക്കുന്നത് BJPക്കാരാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം.